ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഗോവ ട്രിപ്പാണ് കേട്ടോ, ഫ്രം ബാംഗ്ലൂർ ടു ഗോവ. സോ ഇത് ഞാനാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ, കുറേ കാലം കൊണ്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 5 മണിയായപ്പോഴത്തേന് PGയിൽ നിന്ന് ഇറങ്ങി SRSൻ്റെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നു അവിടെ കുറേ ബസ്സുകളുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ അവിടെ ഒരു എൻക്വയറി ചെയ്യാനുള്ള സ്ഥലമുണ്ട്, വേണമെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ കാര്യമൊക്കെ പോയി ചോദിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ പോയ ബസ്. സാധനങ്ങളൊക്കെ കയറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കിടന്നുറങ്ങിയ ദിവസം. പിന്നെ രാവിലെ എത്തിയപ്പോൾ ഗോവ ആക്ച്വലി കേരളം പോലെ ഉള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നി. കുറേ പച്ചപ്പും കുറേ കുട്ടി കുട്ടി വീടുകളും ഒക്കെ. പക്ഷേ ആ വീടുകളുടെയൊക്കെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കുറേ ആൾക്കാർ തൂക്കുന്നു, കുറേ കുട്ടികൾ സ്കൂളിൽ പോകുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൻപുറം അല്ല നമ്മൾ കേരളത്തിൽ കാണാവുന്ന ഒരു കാഴ്ച പോലെ ഉണ്ടായിരുന്നു. ഇത് വലിയ 2 ബ്രിഡ്ജസ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. ഇത് പല സിനിമയിലും കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. ആക്ച്വലി നല്ല രസമാണ്, നല്ല സീനറിയാണ്. എനിക്കറിയില്ല ഈ ഫോണിൽ കാണുമ്പോൾ എത്ര ഭംഗി ഉണ്ടാവും അതിനെന്ന്, പക്ഷേ നേരിട്ട് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരിക്കൽ കൂടെ പോകണം എന്നുള്ളൊരു സ്ഥലം കൂടാണ് ഗോവ. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങി കലാങ്കട്ടിൽ ാണ് ഞങ്ങൾക്ക് പോവേണ്ടത്. ഞങ്ങൾ പഞ്ചമിൽ വന്നിറങ്ങി. അവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറി ഇനിയും അടുത്തത് സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ നിന്ന് തന്നെ ഇഷ്ടത്തിന് ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബസ്സിൽ കയറി എൻ്റെ ഫ്രണ്ടിലൊരു മദാമ ഇരിപ്പുണ്ട്, പുള്ളിക്കാരി എന്നെ ചിരിച്ചൊക്കെ കാണിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബസ് യാത്ര അവിടെ നിന്ന് തുടങ്ങി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബ് വിളിക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റാണ് കേട്ടോ. അവർ 1000 രൂപ ഒക്കെയാണ് ചോദിക്കുന്നത്. ഈവൻ ഒരു 5-6 കിലോമീറ്ററൊക്കെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, പക്ഷേ 500 രൂപയൊക്കെയാണ് അവർ വാങ്ങിക്കുന്നത്. ഭയങ്കര കത്തിയാണ്. ആൻഡ് ഊബർ ഒന്നും അവിടെ ഇല്ല. സോ നമുക്ക് ഒന്നിൽ ബസ് അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ കലാങ്കട്ടി ഞങ്ങൾ വന്ന് ഇറങ്ങി. അവിടെ റിസോർട്ടിലേക്ക് പോവാണ്. റിസോർട്ടെന്ന പേര് മാത്രമേ ഉള്ളൂ, അവിടെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ, ഗോവ ഹോളിഡേ ബീച്ച് റിസോർട്ടാണ്. അപ്പോൾ ഇത് അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വാട്ടർ സ്പോർട്സിൻ്റെയും മറ്റേ കാർഡ് കളിക്കുന്നതിൻ്റെ ഒക്കെ ഒരു പരസ്യം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്രോഷേഴ്സ് നോക്കി ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ 2-3 റൂംസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നേരെ ചെല്ലുന്ന റൂമാണ് എൻ്റെ റൂം. അപ്പോൾ നേരെ ചെന്ന് കഴിഞ്ഞു. നല്ല റൂമായിരുന്നു കേട്ടോ. സർവീസ് ക്വാളിറ്റി എല്ലാം ഭയങ്കര നൈസായിരുന്നു അവരുടേത്. റൂമിൽ ചെന്ന് തുറന്നു. ഇതായിരുന്നു റൂമിൻ്റെ ഒരു ഫ്രണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ബെഡ്, അത്യാവശ്യം നല്ല സ്പേസും ബാൽക്കണിയും, നമുക്ക് സ്പേസൊക്കെ ഉണ്ട് സാധനങ്ങൾ വെക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാനപ്പോൾ ജസ്റ്റ് ചെന്ന് അലമാരയൊക്കെ തുറന്നു നോക്കി എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന്, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി, അത്ര തന്നെ. അപ്പോൾ അതൊക്കെ തുറന്നു നോക്കി. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം പറയുന്നുണ്ട് ഇത്ര വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന്. പക്ഷേ എനിക്ക് ഒരു ഇത് എൻ്റെ യൂട്യൂബിലിടുമ്പോൾ എല്ലാം ഇടണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അത് ബാത്റൂമിൽ ഓൾറെഡി ആളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് തുറക്കാഞ്ഞത്. പിന്നെ ഇതാണ് ബാൽക്കണി. അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാം. ആക്ച്വലി ഇത് നടുക്ക് വരുന്ന റൂമാണ്. അപ്പം ബാൽക്കണി അത്യാവശ്യം വലുതായിരുന്നു. അപ്പം നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ, ഇത് ട്രിപ്പ് വഴി നമ്മൾ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃത്തിയുള്ള റൂം വേണം എന്ന്, മസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് റൂമാണ് അവർ തന്നത്. ഇത് അതിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ. ഞാൻ പിടിച്ച് ഞെക്കി നോക്കുകയാണ്, ഇത് എന്താണ് സാധനമെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് ആക്ച്വലി നോക്കുന്നത്. 2 സോപ്പ് കിട്ടി. ഒരെണ്ണം അപ്പം ഞാൻ ഫസ്റ്റ് പൊട്ടിച്ച് നോക്കിയ സാധനം എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ഷേവിങ് സെറ്റും ഒരു ഷേവിങ് ജെല്ലും കൂടെ ആയിരുന്നു കേട്ടോ. അത് പക്ഷേ ഞങ്ങൾ ഒരു ദിവസം പൊട്ടിച്ചിട്ട് വെറുതെ മുഖം കഴുകിയിട്ട് വെച്ചു, കാരണം എല്ലാ റൂംസിലും ഇതുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ സാധനം ഒരു ബ്രഷായിരുന്നു. പക്ഷേ ഞങ്ങൾ 3 ഗേൾസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ബ്രഷ് പിന്നെ ഞാൻ നൈസായിട്ട് അടിച്ചുകൊണ്ട് വീട്ടിൽ പോന്നു. പിന്നെ ഒരു കുഞ്ഞ് പേസ്റ്റ് ഉണ്ടായിരുന്നു. പേസ്റ്റ് ഞങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് ഇത് യൂസ് ചെയ്തില്ല, അതും ഞാൻ അടിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് നേരെ ഇറങ്ങി. അപ്പം ഞങ്ങൾ നേരെ ഇറങ്ങി. ഇനി അടുത്തത് നടന്ന് പോണത് ഒരു വണ്ടി എടുക്കണം എന്നുള്ള പ്ലാനോടുകൂടെ ആയിരുന്നു. അപ്പോൾ വീണ്ടും തൊട്ടുപുറത്ത് തന്നെ ഒരു വണ്ടിയുടെ ഇതുണ്ട്. അപ്പോൾ അവർ ഭയങ്കര റേറ്റാണ് ആക്ച്വലി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 500-600 പെർ ഡേ പറഞ്ഞത്. അപ്പം വേണ്ടാന്ന് പറഞ്ഞു, അവിടുന്ന് തന്നെ എടുക്കുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ. എന്നിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ നല്ല നൈസ് വീടുകളും
കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഒരു സന്ധ്യയായി, എനിക്ക് തോന്നുന്നു 4 മണി, സന്ധ്യയായില്ല 4 മണി, ഈവനിങ് ആയി, 4 മണി കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. അപ്പം ഈ ഒരു വീട് കണ്ടിട്ടാണ് ഞാൻ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ആക്ച്വലി ഞാൻ കുറേ ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ടല്ലേ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു നാട്ടിലൊക്കെ കാണുന്ന മാതിരിയുള്ള ഒരു ആർക്കിടെക്ചറിലുള്ളൊരു വീടായിട്ട് തോന്നി. അങ്ങനെ നടന്ന് ഞങ്ങൾ ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നു. അപ്പോൾ ഇവരുടെ ട്രാവൽസിൽ നിന്നാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. ഇവിടെ കുറേ വണ്ടിയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്തു. എനിക്ക് തോന്നുന്നു 400 രൂപ ആണ് പെർ ഡേ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഫാഷനോ, ഇതാണ് ഞങ്ങളെടുത്ത വണ്ടി. ഇവിടുന്ന് നേരെ ഞങ്ങൾ വിട്ടത് ബാഗ ബീച്ചിലോട്ടാണ്. ഞാൻ ആദ്യം വണ്ടി ഓടിച്ചു, അവിടെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ ഫ്രണ്ടിൻ്റെ തന്നെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ബ്ലോക്ക് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ തലയിൽ ബ്രെയ്ഡ് ചെയ്ത് തരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം 150 രൂപ പറഞ്ഞു, പക്ഷേ ഞാനത് 60 രൂപയ്ക്ക് ചെയ്യിച്ചു അവരെയും കൊണ്ട്. കാരണം നമ്മൾ അവിടെ ഉള്ള ആൾക്കാരല്ലാത്തത് കൊണ്ടും ഒരുപാട് ടൂറിസ്റ്റുകളുള്ളത് കൊണ്ടും അവർ നല്ല റേറ്റ് ആട്ടോ പറയുന്നത്. ആദ്യം ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് ടൈമാണ് ഗോവയിൽ പോകുന്നത്. അപ്പം ഭയങ്കര നൈസായിരുന്നു. ഈ ലൈറ്റ്സും ആ ഒരു ഈവനിങ് മൂഡും ഒക്കെ കൂടെ കൊണ്ട് ഭയങ്കര നൈസായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നേരെ ബീച്ചിലോട്ട് നോക്കുമ്പോൾ കുറേ ആൾക്കാർ സൺസെറ്റ് ആക്ച്വലി ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് സൺസെറ്റ് പ്രോപ്പർലി കാണാൻ പറ്റുന്ന ഒരു ഇതിലല്ലായിരുന്നു, കാരണം ഒരുപാട് ക്ലൗഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ പേര് നിൽപ്പുണ്ട് അവിടെ. ഗ്രീൻ ടീഷർട്ട് ഇട്ട ചേട്ടൻ നിന്ന പോലെ ഇവിടേക്ക് കയറൂ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നിൽപ്പുണ്ട്. ഇതെല്ലാം ഷാക്ക്, പിന്നെ നമുക്ക് ഉള്ള റെസ്റ്റോറൻറ്റ്സ് പോലുള്ള സംഭവം. റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ബാർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലായിടത്തും ഈ ആൽക്കഹോൾസ് അവൈലബിൾ ആണ്. ആൻഡ് ഞങ്ങൾ ഒരിടത്ത് അങ്ങനെ പോയി ജസ്റ്റ് റേറ്റൊക്കെ നോക്കി. പലതും റേറ്റ് എഴുതിയിട്ടില്ല കേട്ടോ, ചില സാധനങ്ങൾക്കൊക്കെ റേറ്റ് എഴുതിയിട്ടുള്ളൂ. പിന്നെ മോസ്റ്റ്ലി ഇവർ പറയുന്നതാണ് ഇവിടുത്തെ റേറ്റ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ച് ഭയങ്കര റേറ്റാണ് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു ഒരു സൂപ്പിന് തന്നെ 350 രൂപ അത്ര റേറ്റൊക്കെ കൊടുക്കേണ്ടി വരും. ഞങ്ങളപ്പോൾ ഒരു സൂപ്പും വാങ്ങിച്ചു, പിന്നെ എന്തോ ഒരു ചിക്കൻ്റെ റോൾ പോലത്തെ സാധനവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ സൂപ്പ് കൊള്ളൂല്ലായിരുന്നു, ഭയങ്കര ഒരുമാതിരി വൃത്തിയായിട്ട് ടേസ്റ്റ് ആയിരുന്നു സൂപ്പിന്. സൂപ്പ് അതുകൊണ്ട് വേസ്റ്റായി. പിന്നെ ഒരു റോള് കഴിച്ചു ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഈ ജസ്റ്റ് ടെസ്റ്റിങ്ങിനായതുകൊണ്ട് ഇത്ര സാധനം വാങ്ങിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ബീച്ചിലോട്ടൊക്കെ നടന്നു. കുറേ കച്ചവടക്കാരുണ്ട്, ഇങ്ങനെ ലൈറ്റ് കത്തുന്ന വള, അങ്ങനെ തലയിൽ വെക്കുന്ന ലൈറ്റ് കത്തുന്ന സാധനം, മാല, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നൈസായിരുന്നു കേട്ടോ. ബീച്ചിലൊക്കെ നിന്ന് ഇങ്ങനെ കുറേ ആൾക്കാരത് വാങ്ങുന്നുമുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോയപ്പോഴാണ് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ബാർ പോലുള്ളിടത്ത് ഇങ്ങനെ കുറച്ച് പേര് ഡാൻസ് ചെയ്ത് ആൾക്കാരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ വേറെ എവിടെയും കണ്ടില്ല. ഈ പുറത്തോട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നൈസായിരുന്നു. കണ്ടിട്ട് ഞാൻ പോയി ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ബാഗയിൽ നിന്ന് കലാങ്കട്ടിലേക്ക് പോയി. കലാങ്കട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ കുറേ ഷോപ്സ് ഉണ്ട്. ഈ ബാഗ ബീച്ച് സൈഡിലൊക്കെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് പ്രോപ്പറായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ അവിടെ നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ 1 മണിയായാലും 2 മണിയായാലും ഗോവയിലെ ഷോപ്സും ആൾക്കാരും സ്ട്രീറ്റ്സും എല്ലാം ലൈവാണ്. പക്ഷേ ഈവൻ ബാംഗ്ലൂരിൽ അതൊന്നും ഇല്ല. 1 മണി കഴിഞ്ഞാൽ പിന്നെ ഈവൻ 12 മണി കഴിഞ്ഞാൽ പിന്നെ ഷോപ്സ് എല്ലാം ക്ലോസ് ആവും. ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനവും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചായിരുന്നു, ഡ്രസ്സസൊക്കെ വാങ്ങിച്ചത് അവിടെ പോയിട്ടാണ്. അപ്പോൾ ഇത് നേരെ ഞങ്ങൾ കലാങ്കെട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇതാണ് എൻട്രി. കലാങ്കെട്ടിൻ്റെ അവിടെ വന്നു. വണ്ടി വെക്കണമായിരുന്നു. അവിടെ കുറേ പാർക്കിങ് ഫീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പം ഒരു ഇടത്ത് തന്നെ വണ്ടി വെക്കുന്ന എനിക്ക് 50 രൂപ നമ്മൾ കൊടുക്കണം. ആ ബാഗിൽ ഞങ്ങൾ കൊടുത്തു. കലാങ്കെട്ടിൽ ആക്ച്വലി ഞങ്ങൾ പറ്റിച്ചു. ഞങ്ങൾ വേറെ അടുത്ത് വണ്ടി കൊണ്ടുവച്ചു, കാരണം അനാവശ്യമായിട്ട് വെറുതെ കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പറ്റിച്ചു. ആൻഡ് കുറച്ച് കൂടുതലാണ് വെറുതെ നമ്മൾ വഴിയിൽ വണ്ടി വെക്കുന്നതിന് ഇവർ വന്നിട്ട് പൈസ വാങ്ങിക്കുന്നത്. അവിടുത്തെ ലോക്കൽസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. മേ ബി എനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്ക് കൂടുതലറിയില്ല. എനിക്ക് ഫീൽ ചെയ്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബാഗെ കമ്പയർ ചെയ്യുമ്പോൾ കലാങ്കട്ട് ആക്ച്വലി ഞങ്ങൾ പോയ സമയം കൊണ്ടൊന്നും അറിയില്ല, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. കാരണം പാട്ടും DJ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് 2 മണി 1 മണി ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണോ ഇനിയെല്ലാം ക്ലോസ് ആയി ഇത് എന്നറിയില്ല. പക്ഷെ ആൾക്കാരെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, ശീശ വലിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു വന്ന് ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇതുകൂടെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഫസ്റ്റ് ഡേ. ബൈ ബൈ.